ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം. ഇതിനു വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടായി വന്ന പാനിനകത്തോട്ടേക്ക് ഞാൻ 3 വറ്റൽ മുളകാണ് ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അതുകൂടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല കളർ കിട്ടും. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ഗ്രാമ്പൂവും അതുപോലെ തന്നെ 3-4 ഗ്രാമ്പൂവും ഒരു ചെറിയ പീസ് കറുവപ്പട്ട, പിന്നെ വലിയ ജീരകവും അതുപോലെ ചെറിയ ജീരകവും രണ്ടും ഒരു 1/2 ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മുഴുവൻ മല്ലിയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 2 ടീസ്പൂൺ മല്ലി ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലി ഉണ്ടായിരുന്നില്ല, തീർന്നു പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലി ഉപയോഗിച്ചിട്ടില്ല ഇവിടെ. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ കറിവേപ്പിലയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചെടുത്തിട്ടുള്ളത്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചിരകിയത് കൂടി വേണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. ഈ ഒരു സ്പൈസസിൻ്റെ ഒരു മിക്സാണ് ഇതിന് ഏറ്റവും രുചി കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. തേങ്ങ ഒത്തിരി കളർ മാറി വരേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു നനവ് മാറി വരുന്ന രീതിയിൽ മാത്രം തയ്യാറാക്കിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്കിതിലോട്ട് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ചിക്കൻ തന്നെയാണ്. എല്ലോട് കൂടിയുള്ള ചിക്കനോ അല്ലെങ്കിൽ എല്ലില്ലാത്ത ചിക്കനോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂണിനടുത്ത് പിരിയൻ മുളകിൻ്റെ പൊടിയും സാധാരണ മുളക് പൊടിയും കൂടി ഒരുമിച്ച് പൊടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ നിങ്ങൾക്ക് തൈര് ഉപയോഗിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആ ചൂടാറി വന്നിട്ടുള്ള സ്പൈസൊക്കെ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും വെള്ളം ചേർക്കേണ്ട, ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതിയാകും. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളത് നോക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോഴാണ് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ തുടങ്ങി 2 ടേബിൾ സ്പൂൺ വരെ നല്ല വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് മീഡിയം സൈസായിട്ടുള്ള 2 സവാളയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റിയായി കിട്ടുന്നതിന് ചെറിയുള്ളിയും സവാളയും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടീസ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഒത്തിരി ബ്രൗൺ കളർ ആകുന്ന രീതിയിലൊന്നും നമ്മൾ വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ബിരിയാണി മുളകും സാധാരണ മുളകും കൂടി ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടി 1 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ 1 ടേബിൾ സ്പൂൺ അളവിൽ തന്നെയാണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മല്ലി മുഴുവനായിട്ട് നിങ്ങൾ ആ സ്പൈസസ് നമ്മൾ ആദ്യം ചേർത്തല്ലോ അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മല്ലിപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ ഉപയോഗിച്ചാൽ മതിയും. കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കാരണം അതിനകത്ത് ഓൾറെഡി നന്നായിട്ട് നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ നല്ല പഴുത്ത 1 തക്കാളി, 2 സവാളക്ക് 1 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി എപ്പോഴും കുറച്ച് നമ്മൾ സാധാരണ ചിക്കൻ വരട്ടുമ്പോഴൊക്കെ ഒന്ന് വെന്ത് കുഴയുന്ന പാകത്തിൽ ചെയ്തെടുക്കുമല്ലോ. അപ്പോൾ ആ രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഒരു പൊടി, അതിനകത്ത് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല. ആ മസാല പൗഡർ നമ്മൾ അങ്ങനെ തന്നെ മുഴുവനായിട്ട് ഇതിനകത്തോട്ടേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഇതിന് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത്. തേങ്ങയും നമ്മുടെ മല്ലിയും മുളകും ഒക്കെ ചേരുമ്പോഴുള്ള ആ ഒരു രുചി അടിപൊളിയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ടുള്ളതും പൊറോട്ടയുടെയും അതുപോലെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചിക്കൻ വരട്ടിയതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു രുചി നമുക്കിത് തീർച്ചയായിട്ടും കിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ. അപ്പോൾ ആ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണം. എന്നിട്ട് ഒരു 2 മിനിറ്റ് ചിക്കൻ്റെ കളർ ചെറുതായി ഒന്ന് മാറി വരുന്ന രീതിയിൽ വഴറ്റിയെടുക്കണം. അതിനുശേഷം ആ 2 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് നല്ല ചൂടുള്ള വെള്ളം ഒരു 1/4 കപ്പ് മതിയാകും. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. അതുപോലെ തന്നെ തണുത്ത വെള്ളം ഉപയോഗിക്കരുത്, ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 3/4 ഭാഗം ചിക്കൻ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട, തുറന്ന് വെച്ച് വരട്ടിയെടുക്കുകയാണ് വേണ്ടത്.
ഇതിപ്പോൾ ഞാൻ ചിക്കനൊക്കെ ഒന്ന് അത്യാവശ്യം ഒരു 1/4 ഭാഗം ആകുന്ന പാകത്തിൽ വേവിച്ചെടുത്തതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം ഇത്തിരി എണ്ണ നനച്ച് കൊടുക്കാവുന്നതാണ്, വെളിച്ചെണ്ണ. ഇനിയിപ്പോൾ ഒത്തിരി എണ്ണ വേണ്ടാന്നാണെങ്കിൽ തുറന്ന് വെച്ചിട്ട് തന്നെ കുറച്ച് സമയം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിപ്പോൾ കളറൊക്കെ മാറി നല്ല പാകത്തിന് തയ്യാറായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ചിക്കൻ വരട്ടിയത് സെർവ് ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലൊക്കെ ഇട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. പൊറോട്ടയുടെയൊക്കെ കൂടെ സൂപ്പറായിട്ടുള്ള കോമ്പിനേഷനാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.